Next, limit of a function of complex variable. Okay. Limit z tends to z0 f of z equal to w0 means that for each positive number epsilon, there is a positive number delta such that mod f of z minus w0 less than epsilon whenever 0 less than mod z minus z0 less than delta. അതായത് അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഫോർ ഈച്ച് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് ഡബ്ല്യു മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ, അതായത് മോഡ് ഡബ്ല്യു മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള ഈ ഓരോ എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും ഏതിൻ്റെ നൈബർഹുഡാണ്? ഡബ്ല്യു നോട്ടിൻ്റെ. ഓക്കെ, ഡബ്ല്യു നോട്ടിൻ്റെ ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും there is a deleted delta neighborhood mod z minus z0 less than delta of z0 such that every point set in it has an image w lying in the epsilon neighborhood. അതായത് ഇത്രയേ ഉള്ളൂ. XY പ്ലെയിനിലൊരു പോയിൻ്റാണ് ഇസഡ് എന്ന് പറയുന്നത്. യു വി പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഡബ്ല്യു എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് ഇസഡിനെ ഡബ്ല്യു എന്നാണ് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഡബ്ല്യു നോട്ട് ആണെന്ന് എപ്പോഴാണ് പറയാന്ന് വെച്ചാൽ, ഈ ഡബ്ല്യു നോട്ടിൻ്റെ ഒരു എപ്സിലോൺ നൈബർഹുഡ് എടുത്താൽ, ഒരു നൈബർഹുഡ് എടുക്കുകയാണ്, അതായത് ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്നത്. ഈ ഡബ്ല്യു നോട്ടിൻ്റെ ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഡെൽറ്റ ഡിലീറ്റഡ് നൈബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട്? സെഡ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, സെഡ് നോട്ടിൻ്റെ ഒരു ഡിലീറ്റഡ് ഡെൽറ്റ നൈബർഹുഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏതിന്? അതായത് ഫോർ എവ്രി പോയിന്റ് ഇസഡ്, ഏത് പോയിന്റ് സെഡ് എടുത്താലും അതിനൊരു ഇമേജ് ഉണ്ട് സെഡ് ഏതിൽ? എപ്സിലോൺ നൈബർഹുഡിൽ കാണാവുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, എന്താണ് ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ, for each epsilon neighborhood mod w minus w0 less than delta of w0, there is a deleted delta neighborhood 0 less than mod z minus z0 less than delta of z0 such that for every z in it has an image w lying in the epsilon neighborhood എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്താണ് ഈ ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെ ഒഴിവാക്കിയിട്ടുള്ള നൈബർഹുഡ്. അതായത് ഒരു പോയിന്റിൻ്റെ ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ നൈബർഹുഡ് ഓഫ് ദാറ്റ് പോയിന്റ് എക്സ്ക്ലൂഡിങ് ദാറ്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, ആ പോയിന്റിനെ ഇപ്പോൾ ഇവിടെ സെഡ് നോട്ടിൻ്റെ ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ സെഡ് നോട്ടിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നൈബർഹുഡിനെയാണ് ഡിലീറ്റഡ് നൈബർഹുഡ് ഓഫ് എ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽറ്റ ഡിലീറ്റഡ് നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് സെറ്റ് ഇൻ ദി ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട് എക്സെപ്റ്റ് ദ പോയിന്റ് സെറ്റ് നോട്ട്. ഈ സെറ്റ് നോട്ടിനെ ഒഴിവാക്കിയിട്ടുള്ള ഈ ഡെൽറ്റ ഡിസ്റ്റൻസിലുള്ള എല്ലാ നൈബർഹുഡ്സിലുള്ള പോയിന്റ്സിനെയും എടുക്കുന്നതാണ് ഡെൽറ്റ ഡിലീറ്റഡ് നൈബർഹുഡ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ ആൻഡ് ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറയുന്നത്? ഇൻറ്റീരിയർ പോയിൻ്റ് എന്താ, എക്സ്റ്റീരിയർ പോയിൻ്റ് എന്താ, ബൗണ്ടറി പോയിൻ്റ് എന്താണ്? ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് എസ് നമ്മൾ കൺസിഡർ ചെയ്യണം. എ പോയിന്റ് z0 is said to be an interior point of a set S if there is a neighborhood of z0 that contains only the points of Z. ഇപ്പോൾ ഇവിടെ സെഡ് നോട്ടിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എസ്സിലെ പോയിൻറ്റ്സിനെ മാത്രമേ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ. സെഡ് നോട്ടിൻ്റെ ഇൻറ്റീരിയർ അല്ല, സെഡ് നോട്ടിൻ്റെ നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, സെഡ് നോട്ടിൻ്റെ സെഡ് നോട്ട് ഇൻറ്റീരിയർ പോയിൻ്റ് ആവണമെങ്കിൽ, നേരത്തെ ഇൻറ്റീരിയർ പോയിൻ്റ് എന്നാണ് പറഞ്ഞത്, ഇൻറ്റീരിയർ അല്ല, അതിൻ്റെ നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, സെറ്റ് നോട്ട് എന്നുള്ളത് ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആവണമെങ്കിൽ ഒരു നൈബർഹുഡ് എടുക്കുക. സെറ്റ് നോട്ടിൻ്റെ നൈബർഹുഡ് എടുത്താൽ അതിലെ പോയിൻറ്റ്സ് എല്ലാം ഏതിലെ പോയിൻറ്റ്സ് ആയിരിക്കണം? എല്ലാം എസ്സിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ആ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ്
ഇൻറ്റീരിയർ പോയിന്റ്. അപ്പോൾ എക്സ്റ്റീരിയർ പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ഒരു പോയിന്റ് Z എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ഈ സെഡിൻ്റെ ഏത് നൈബർഹുഡ് എടുത്താലും അത് എവിടെ കിടക്കണം? S എന്നുള്ള സെറ്റിൻ്റെ പുറത്താണ് കിടക്കണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? Z0, ഈ എസിൻ്റെ exterior point ആണ് വിളിക്കാം. ഓക്കെ, Z is called an exterior point of S when there is a neighborhood of it consisting of points of S, consisting no points of S. ഓക്കെ, എസ്സിലെ പോയിൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ Z0ൻ്റെ ഇൻറ്റീരിയർ എടുത്തപ്പോൾ എല്ലാം എസിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടന്നത്. ഇവിടെ സെഡിൻ്റെ ഇൻറ്റീരിയർ അല്ല കേട്ടോ, നൈബർഹുഡ് എടുത്തപ്പോൾ എല്ലാം എസിൻ്റെ പുറത്താണ് കിടന്നത്. അപ്പോൾ ഇത് എക്സ്റ്റീരിയർ പോയിൻ്റ് ആണ്. ഇനി എന്താണ് ബൗണ്ടറി പോയിൻ്റ്? എന്തായിരിക്കും ബൗണ്ടറി പോയിൻ്റ് എന്ന്? അതായത് Z0 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ബൗണ്ടറി പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അത് എസിലെ പോയിൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യും, പുറത്തുള്ള പോയിൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യും. ബോത്ത് ദ പോയിൻറ്റ്സ് ഇൻ എസ് ആൻഡ് നോ പോയിൻറ്റ്സ് ഇൻ എസ്, രണ്ടിനെയും കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി പോയിൻറ്റ്സ്. സെറ്റ് ഓഫ് ഓൾ ബൗണ്ടറി പോയിൻറ്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ബൗണ്ടറി ഓഫ് എസ് എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ ആൻഡ് ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റ് എടുക്കണം. വെൻ എ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എക്സിസ്റ്റ് അറ്റ് എ പോയിൻറ്റ് Z0 ദെൻ ഇറ്റ് ഈസ് യുണീക്ക്. അതായത് നമ്മൾ ഒരു കോംപ്ലക്സ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ എടുത്ത് അതിൻ്റെ ലിമിറ്റ് കാണുകയാണെങ്കിൽ ആ ലിമിറ്റ് എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലിമിറ്റ് യുണീക്ക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടു പാത്ത് ടെസ്റ്റ് ഓഫ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് എ ലിമിറ്റ്. അതായത് നമ്മളൊരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണുകയാണെന്ന് വിചാരിക്കും. ഇവിടെ കോംപ്ലക്സ് വേരിയബിൾ ആയതുകൊണ്ട് ഇപ്പോൾ Z എന്നുള്ള പോയിന്റിലേക്ക് വരാൻ ഒരു പാത്ത് തന്നെ വരണമെന്നില്ല. റിയലിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? പോസിറ്റീവ് ആക്സിസിൽ കൂടി നെഗറ്റീവ് ആക്സിസിൽ കൂടി നമുക്ക് ഈ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, പക്ഷേ കോംപ്ലക്സ് വേരിയബിൾ ആയതുകൊണ്ട് ഈ ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാൻ അതിന് ഒന്നിലധികം പാത്തുകൾ അവൈലബിൾ ആണ്. ഏത് പാത്തിൽ കൂടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് ഏത് പാത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് തന്നെ വരണം എന്നൊന്നും നിർബന്ധമില്ല. നമുക്കിങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള പരാബോളിക് പാത്തിൽ കൂടിയൊക്കെ ഈ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഏതൊരു പാത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഒന്നിലധികം പാത്തുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ടു പാത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ രണ്ട് പാത്തിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോഴും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. പക്ഷേ ഇവിടെ രണ്ട് പാത്തിൽ കൂടെ വരുമ്പോൾ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് ലിമിറ്റിന് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസാണ്. രണ്ട് പാത്തിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസാണ് കിട്ടുന്നതെങ്കിൽ അതിനാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതിനെയാണ് ടു പാത്ത് ടെസ്റ്റ് ഫോർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എ ലിമിറ്റ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറാണ്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. ഇത് റിയൽ പാർട്ടാണ്, ഇത് ഇമാജിനറി പാർട്ടാണ്. ഇത് റിയൽ പാർട്ടാണ്, ഇത് ഇമാജിനറി പാർട്ടാണ്. Z0 ഈക്വൽ ടു x0 പ്ലസ് ഐ വൈ നോട്ട് ആൻഡ് W0 ഈക്വൽ ടു U0 പ്ലസ് ഐ വി നോട്ട്. Then the limit z tends to Z0 f of z equal to W0 if and only if limit xy tends to x0 y0 u of xy equal to u0 and limit xy tends to x0 y0 v of xy equal to v0. ഓക്കെ, അതായത് റിയൽ പാർട്ട് U0ലേക്കും ഇമാജിനറി പാർട്ട് V0ലേക്കുമാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് suppose that limit z tends to Z0 f of z equal to W0 and limit z tends to Z0 capital F of z equal to capital W0 then ഇതിൻ്റെ സമ്മും ലിമിറ്റിൻ്റെ സം ഇതിൻ്റെ സമ്മിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ലിമിറ്റ് z tends to Z0 f of z plus capital F of z equal to ഈ സം W0 plus W0. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് ലിമിറ്റ് z tends to Z0 f of z ഇൻറ്റു ക്യാപിറ്റൽ F of z ഈക്വൽ ടു ഇതിൻ്റെ പ്രോഡക്റ്റിലേക്ക്. അപ്പോൾ എന്ത് വരും? W0 ഇൻറ്റു ക്യാപിറ്റൽ W0. അതുപോലെ കോഷ്യൻ്റ് ലിമിറ്റ് z tends to Z0 f of z ബൈ ക്യാപിറ്റൽ F of z ഈക്വൽ ടു W0 ബൈ W0 പ്രൊവൈഡഡ് ദ ലിമിറ്റ് ഇത് എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അതായത് W0 ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് W0 ആണ്, അത് 0 ആകാൻ പാടില്ല. ഓക്കെ,
ഇനി എന്താണ് ഒരു എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്? എന്താണ് എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? ദ കോംപ്ലക്സ് പ്ലെയിൻ ടുഗദർ വിത്ത് ദ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി ഈസ് കോൾഡ് ദ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു റിസൾട്ട് തന്നെയാണ്. ഇഫ് Z0 and W0 are points in the Z and W planes respectively, then limit z tends to Z0 f of z equal to infinity if and only if limit z tends to Z0 1 by f of z equal to 0. f of z ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 1 by z എവിടേക്ക് പോകും? 0യിലേക്കാണ് അപ്രോച്ച് ചെയ്യുക. അതുപോലെ ലിമിറ്റ് z tends to infinity f of z equal to W0 if and only if limit z tends to 0 f of 1 by z equal to W0. അതായത് z ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് W0ലേക്ക് അപ്രോച്ച് ചെയ്താൽ z 0യിലേക്ക് പോകുകയാണെങ്കിൽ f of 1 by z W0ലേക്ക് പോകും. അതുപോലെ ലിമിറ്റ് z tends to infinity f of z equal to infinity if and only if limit z tends to 0 1 by f of 1 by z equal to 0. നെക്സ്റ്റ് എന്താണ് കണ്ടിന്യൂറ്റി എന്ന്? ഓക്കെ, എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് ഇഫ് ഇത് റിയൽ കേസിൽ പറയുന്ന അതേപോലെ തന്നെയാണ്. എഫ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ്, എഫ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം അറ്റ് സെഡ് നോട്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് നോട്ട്. ഈ കണ്ടീഷൻസ് മൂന്നും സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ എന്ത് പറയാം? അത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് ഇഫ് for every positive real number epsilon we can find a positive real number delta such that mod f of z minus mod f of z minus f of z naught less than epsilon. ഇത് എപ്സിലോണിലേക്ക് പോകുമ്പോൾ whenever ഇപ്പോൾ mod z minus z naught less than delta. z minus z naught തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയേക്കാളും കുറയുമ്പോൾ ഫംഗ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിൻ്റെ ഉള്ളിൽ കിടക്കണം. f of z minus f of z naught less than epsilon. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു തിയറം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സെഡ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കമ്പോണൻസ് യു ആൻഡ് വി ആർ കണ്ടിന്യൂസ്. ഓക്കെ, അതായത് ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണിത്, ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ട് ഇതിന്, ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ കമ്പോണൻസ് യുവും വിയും എന്ന് പറയുന്ന കമ്പോണൻസും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ.